ഭാരതീയ സംസ്കൃതിയെ വീണ്ടെടുത്ത് തിരികൊളുത്തി വിദ്യയെയും സർഗാത്മകതയെയും പ്രതിഷ്ഠിച്ചതായിരുന്നു കേരള നവോത്ഥാനം. എന്നാൽ പിന്നീട് വന്ന കമ്മ്യൂണിസം ആ തിരി കെടുത്തി വിദ്യയുടെ സ്ഥാനത്ത് അജ്ഞതയെയും സർഗാത്മകതയുടെ സ്ഥാനത്ത് വിപരീതാത്മകതയെയും പ്രതിഷ്ഠിച്ചു. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് കുട്ടികളിൽ വ്യാപകമായി കാണുന്ന മയക്കുമരുന്ന് ഉപയോഗം. എന്തിന്, വേടൻ്റെ സർഗാത്മകത പോലും അതിൻ്റെ പരിണാമമാണ്. നമസ്കാരം. നമ്മളുടെ വീട്ടിനകത്തേക്കൊന്ന് നോക്കുക. ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും നിർദ്ദേശം പറയുന്നു. മിക്ക സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന പ്രതികരണം വേണ്ട, അത് ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങളായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളൊരു നിർദ്ദേശം പറയുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം പറ്റി ഉടനെ തന്നെ അവിടെ കുട്ടികളെ ശാസിക്കുന്നു. തെറ്റ് ശരി ഇങ്ങനെയുള്ള ഒരു വേർതിരിയൽ എപ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നടക്കുന്നു. ഈ തെറ്റും ശരിയും വരുന്നത് കൊണ്ടാണ് എപ്പോഴും ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദവും എന്തിന് തമ്മിൽ തല്ലും സകല അശകുശയ്ക്കും കാരണം ഈ ശരി തെറ്റുകൾ തമ്മിലുള്ള സംഗതിയാണ്. ഈ ശരി തെറ്റുകളെ ഓരോ മലയാളിയുടെ മാനസികാവസ്ഥയെയും അല്ലെങ്കിൽ ഓരോ മലയാളിയുടെ സ്വഭാവത്തെയും ഈ അടിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനകത്തുനിന്ന് മലയാളിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ മുഖ്യമായ കാരണം നമ്മുടെ കമ്മ്യൂണിസമാണ്. കാരണം കമ്മ്യൂണിസം കേരളത്തിലേക്ക് കടന്നു ഏറ്റവും വലിയ പുരോഗമനം, യുക്തിചിന്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാസ്ത്രചിന്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ മുന്നോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കേൾക്കുന്ന സമയത്ത് അത് സ്വീകാര്യമായിട്ട് തോന്നും. കാര്യം യുക്തിക്ക് ഇത് നിരക്കുന്നതാണ് പറയുന്നതെന്ന് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ജീവിതത്തെയും അതേപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തെ മൊത്തത്തിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു നേർക്കാഴ്ച കൊണ്ട് മാത്രം ജീവിതത്തെ കാണാൻ പറ്റത്തില്ല. ജീവിതത്തെ കവിഞ്ഞു കണ്ടെങ്കിൽ മാത്രമേ ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഓരോരോ സംഗതികൾ പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം സുഗമമായി മുമ്പോട്ട് പോകുന്നത്. അതിനാണ് സർഗാത്മകത വേണ്ടത്. അത്തരം സർഗാത്മകതകൾ ഈ ഓരോ സംസ്കാരത്തിൽ നശിക്കുമ്പോഴാണ് ഈ ജീർണത സംഭവിക്കുന്നത്. അതായത് ഈ നേർക്കാഴ്ചകൾ, ഒരുതരം യുക്തി, പ്രത്യക്ഷത്തിലുണ്ടാവുന്ന യുക്തി സ്വീകാര്യമാകുമ്പോഴാണ് ഈ സംസ്കാരങ്ങൾ നശിക്കുന്നത്. എന്നാൽ പരോക്ഷമായ ചില യുക്തികളുണ്ട്, പരോക്ഷ യുക്തികളുണ്ട്. ആ യുക്തികളെ കാണാൻ ശേഷിയുള്ളവർ സമൂഹത്തെ നയിക്കുമ്പോഴും അവർ തീരുമാനമെടുക്കുമ്പോഴും അവരുടെ ഉപദേശങ്ങൾ കേട്ട് തീരുമാനം സ്വീകരിക്കുമ്പോഴുമാണ് ജീവിതം അതിൻ്റെതായ സർഗാത്മകതയിലൂടെ മുമ്പോട്ട് പോവുക. അത് സാധാരണ പ്രത്യക്ഷ യുക്തിക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് അത്തരം നോട്ടങ്ങളും അല്ലെങ്കിൽ അത്തരം കാഴ്ചകളുമൊക്കെ ചിലപ്പോൾ അപ്രായോഗികമാണെന്ന് തോന്നിയേക്കും. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷ യുക്തി എപ്പോഴും മേൽക്കൈ നേടുന്നത്. ഇത്തരത്തിലുള്ളൊരു മേൽക്കൈയാണ് ശരിക്കും ഈ കേരള നവോത്ഥാനത്തിന് മേൽ നമ്മളുടെ ഈ കമ്മ്യൂണിസം വന്ന് ആധിപത്യം നേടാൻ കാരണം. അതുകൊണ്ടാണ് ഇന്ന് കൊച്ചു കുട്ടികൾ പോലും, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും 1 വയസ്സാവുന്നതിന് മുമ്പ് അവരുടെ ഉള്ളിലേക്ക് പതിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അരുതരുതരുതരുത് എന്നുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞ് 2 സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത് പോലും പേടിച്ചിട്ടാണ്. കാരണം പിന്നിൽ നിന്ന് നടക്കരുത്, അരുത് അരുത് എന്നുള്ള വിളി വരുമെന്ന് വിചാരിച്ചിട്ട് ഓടാൻ പറ്റത്തില്ല. അപ്പോഴും അരുത് വരും. എന്ത് ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളിങ്ങനെ അരുത് 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 കേട്ടിട്ടാണ് വളരുന്നത്. ഈ ഒരു വിപരീതാത്മകത ഓരോ മലയാളിയുടെയും മനസ്സിനെ ഗ്രസിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അജ്ഞതയിൽ നീങ്ങുന്ന എല്ലാ വ്യക്തികളിലും സമൂഹത്തിലും ഇത്തരം സംഗതികളുണ്ടാവും. അത് അസ്വാഭാവികതയല്ല. പക്ഷേ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ളവർ കൂടുന്ന സമയത്ത്, അങ്ങനെയുള്ളവർക്ക് ഭൂരിപക്ഷവും ആധിപത്യവും വരുമ്പോഴാണ് ഈ സമൂഹത്തിൽ ഈ വിപരീതാത്മകത ആധിപത്യം നേടുന്നത്. അങ്ങനെ ആധിപത്യം നേടിയ ഒരു സമൂഹമാണ് നമ്മളുടെ കേരളം. കാരണം അത്തരത്തിലുള്ള സംഗതികൾ പുരോഗമനമാണ്. എന്ത് പദ്ധതി വന്നാലും എതിർക്കുക, എന്ത് സംഗതി വന്നാലും എതിർക്കുക, എന്ത് പുത്തൻ സംഗതി വന്നാലും എതിർക്കുക. എല്ലാം നിലവിലുള്ളതിനെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ നിലവിലുള്ളതിനെ ഇല്ലാതാക്കി കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഭീതി പരത്തുകയും ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് അതിൻ്റെ ആ ഒരു പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകളിലേക്ക് ഓരോ നിമിഷം തോറും ഓരോ മണിക്കൂർ തോറും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് അതിൻ്റെ ചേതനകളും വാസനകളും ഉണ്ടാവും. അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് അരുത് പറച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഇത് മലയാളിക്ക് അത് കാരണം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ സ്വാഭാവികമായ ഒരു
ഒരു ഒരു ഒരു ഊർജം പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതിലെ സംഘട്ടനമായി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ത്വരയും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹവും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഊർജവും മുമ്പോട്ടെടുക്കാൻ പറ്റുന്നില്ല. അത് തടസ്സമായി വരുന്നു. അപ്പം ഇത്തരത്തിൽ ആ കൊച്ചു കുഞ്ഞ് 1 വയസ്സാവുന്നതിന് മുമ്പേ നല്ല സംഘർഷഭരിതമായ ആന്തരികമായി തിരിച്ചറിയുന്നുണ്ടാവില്ല, സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് വളർന്ന് വളർന്ന് വലുതാവുകയും ജീവിതത്തിലേക്ക് ഇറങ്ങുകയും സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ഉള്ളിൽ നിന്നുള്ള വാസനയും ഉള്ളിൽ നിന്നുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും വരികയും അപ്പോഴെല്ലാം തന്നെ അത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം അതിൻ്റെ കൂടെ ആ കുട്ടി കേൾക്കുകയും ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷം സഹിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് അവ്യക്തതയിലും ആശയക്കുഴപ്പത്തിലും അതുപോലെ തന്നെ സന്തോഷമില്ലായ്മയിലും ചെന്നപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഒരു കുട്ടിയുടെ മുമ്പിൽ വേറൊരു മുതിർന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ മറ്റെന്തെങ്കിലും ഒരു ഉപാധിയുമായിട്ട് ഈ ലഹരിയുമായിട്ടൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത്. ഇതിനു പുറമെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടിയുടെ ഗാർഹിക അന്തരീക്ഷവും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ആ വീട്ടിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ള കുടുംബാംഗങ്ങളും തമ്മിൽ ഇടപെടുന്നത്, എന്തെല്ലാം സംഘർഷങ്ങളിലൂടെ ആയിരിക്കും ആ കുട്ടി കടന്നു പോവുക അല്ലെങ്കിൽ ആ കുടുംബം കടന്നു പോവുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ഒരു ജീർണാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ അപകടം. ഈ വിപരീതാത്മകത കമ്മ്യൂണിസത്തിലൂടെ വന്നതാണ്. ഈ വിപരീതാത്മകത പുരോഗമനമല്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധിക്കാരം പുരോഗമനമാണ്, നിഷേധം പുരോഗമനമാണ്, അതുപോലെ തന്നെ ക്ഷോഭിക്കുന്നത് പുരോഗമനമാണ്. നമ്മുടെ മാധ്യമങ്ങളിലും വിശേഷിച്ചും ചില വിലപ്പെട്ട മാധ്യമങ്ങളിൽ പോലും ചില വലിയ തലക്കെട്ടുകൾ വരുന്നത് കാണാം. ക്ഷുഭിത യൗവനം, ക്ഷോഭം, പിന്നെ പ്രവഹിക്കുന്ന വരികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വേടൻ്റെ സംഭവം തന്നെ, വേടൻ്റെ കവിതകൾ ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ പറയുന്നു, വേടൻ പാട്ടിൻ്റെ ചൂട്ടുകെട്ടി തമ്പുരാന്മാരുടെ മുഖത്ത് പൊള്ളിച്ചു. ഏത് തമ്പുരാനാണെന്ന് നമ്മൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ആരുടെ മുഖമാണ് വേടൻ്റെ പാട്ടിൻ്റെ ചൂട്ട് കത്തിച്ച് പൊള്ളിച്ചതെന്നും ആ പൊള്ളയുടെ തമ്പുരാനെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ നിഷേധാത്മകതയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ്, അതിനുള്ള കയ്യടിയാണ് ഇപ്പം വേടന് പോലും കിട്ടുന്നത്. അപ്പം വിപരീതാത്മകതയെ സർഗാത്മകമാക്കി മാറ്റിയ ഒരു സമൂഹമായി നമ്മളുടെ കേരളം മാറി. ഇതുകൊണ്ടാണ് സർഗാത്മകത കേരളത്തിൽ നിന്നും ഉണ്ടാകാത്തതും വെറും ഒരു ആവറേജ് തലത്തിൽ ഓരോ മലയാളിയും ദശാബ്ദങ്ങളായി കിടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങൾ, പതിറ്റാണ്ടിലെടുത്ത് നോക്കുക, നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് എത്രയോ പ്രതിഭകളെ നമുക്ക് കാണാൻ കഴിയും. സുന്ദർ പിച്ചൈ, ഇപ്പം അതിനെക്കാട്ടേക്ക് എത്രയോ ശേഷിയുള്ള സർഗാത്മകതയുള്ള യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരെണ്ണവും പൊന്തി വരാത്തതിൻ്റെ കാരണം ഈ വിപരീതാത്മകത മലയാളിയുടെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ വിപരീതാത്മകതയാണെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു.